ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്റ്റിച്ചിങ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഒരുപാട് കൂടിപ്പോകുന്നത്. ഒരുപാട് വൈഡായിട്ട് നിൽക്കുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ശരിയാക്കിയിട്ട് എടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ എടുത്തിട്ടുള്ള നെക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ്. ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള നെക്കാണ്. എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് 6 ഇഞ്ചുള്ള നെക്കാണ്. അപ്പോൾ ഒരുപാട് വൈഡായി പോയി എന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രിക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ ഇതേപോലെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ നെക്കിൻ്റെ സെൻട്രലായിട്ട് ഇവിടെ 8 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 4 ഇഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് പിടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഒരു 1.5 ഇഞ്ചിലൊക്കെയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 6.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. കറക്റ്റ് 6 ഇഞ്ചിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് നിന്നും ഒരു 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും രണ്ടാമത് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്യണതിന് മുന്നായിട്ട് ഇതിൻ്റെ എത്രയും മെഷർമെൻറ്റ് നോക്കിയപ്പോൾ 6 ഇഞ്ചാണ് ഷോൾഡറിനും കിട്ടിയിരിക്കുന്നത്. അതേപോലെ നെക്കിനും 6 ഇഞ്ച് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 2 ടൈപ്പിലുള്ള ട്രിക്കാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ ചുരിദാറിൽ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താൽ വൃത്തികേടായിട്ട് തോന്നില്ലേന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബട്ടൺസ് വെച്ച് ഇടയിൽ ഇതേപോലെ തുന്നി കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ആ മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം എന്ന് കരുതിയിട്ട് ചുരിദാർ ഒരിക്കലും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. 2-3 ടൈപ്പിൽ പറയുന്നതുകൊണ്ടാണ് ഇതേപോലെ ഒരു പേപ്പറിൽ കാണിച്ചു തരുന്നത്. ചുരിദാറിൻ്റെ നെക്ക് വേറൊരു പീസ് വെച്ചിട്ട് മറിച്ചടിക്കണത് ചെയ്തതിന് ശേഷമുള്ളൂ ഇതേപോലെ ചെയ്യാൻ പറ്റുക. ഇനി പറയുന്നത് വേറൊരു ട്രിക്കാണ്. ഇതേപോലെ ഒരു പീസ് എടുക്കുക. നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് വലിപ്പമുള്ള ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഉൾവശത്ത് വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്ന് അളന്ന് നോക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്നത് 5 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ പീസ് എടുക്കുമ്പോൾ ഒരു 6 ഇഞ്ചിലൊക്കെ ഒരു 6 ഇഞ്ചിലോ അല്ലെങ്കിൽ 6.5 ഇഞ്ചിലൊക്കെ പീസ് എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെ പാൻറ്റിൻ്റെ പീസ് ഏത് കളറാണോ ആ കളർ വെച്ചിട്ട് ഇതേപോലെ ഈ ഭാഗത്ത് വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. നല്ലൊരു ഡിസൈനായിരിക്കും, വൃത്തികേടാവില്ല. ഇതേപോലെ 2 പീസ് എടുത്തിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ എടുക്കണ പീസിൻ്റെ ഈ കോർണർ ഭാഗം, ഓപ്പണുള്ള ഭാഗം ഉള്ളിലേക്കും അതേപോലെ ഈ ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗം പുറത്തേക്കുമായിട്ടാണ് കാണേണ്ടത്. തയ്യൽ തുമ്പ് എപ്പോഴും ഉള്ളിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി പീസ് ഒന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ചാണ്. അപ്പോൾ വൈഡായി പോയി എന്ന് കരുതിയിട്ട് ചുരിദാറൊന്നും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. ഇനി ഇതേപോലെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടിപ്പോയാൽ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് റൗണ്ട് നെക്കിൽ എങ്ങനെ ചെയ്തിട്ടെടുക്കാമെന്ന് നോക്കാം. റൗണ്ട് നെക്കിലാവുമ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൽ ചെയ്യാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ മെത്തേഡിൽ എങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 7 ഇഞ്ചാണ്. എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. 6 അല്ലെങ്കിൽ 5.5 ഇഞ്ചൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ 3 ഇഞ്ച് നീളവും അതേപോലെ 3 ഇഞ്ച് വീതി ഉള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ടെടുക്കുക. 2 ഇഞ്ച് വീതി ഉള്ളതാണെങ്കിൽ അങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കോർണർ ഷേപ്പിൽ മടക്കിയിട്ട് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയിട്ടെടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു പീസ് വെച്ചിട്ട് കഴുത്ത് മറിച്ചടിച്ചതിന് ശേഷമുള്ള ഇതേപോലെ ഡിസൈന് വെക്കാൻ പാടുള്ളൂ. ഇതേപോലെ ഒരു 6-7 ട്രയാങ്കിൾ ഷേപ്പിലുള്ള പീസുകൾ എടുത്തിട്ട് വേണം ഇതേപോലെ ഡിസൈനായിട്ട് വെക്കാൻ. ഇങ്ങനെ ഇതിൻ്റെ ഉൾവശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് പുറം വശത്ത് ഒന്ന് പിഞ്ച് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നല്ല കറക്റ്റിൽ തന്നെ കിട്ടും.
ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ആക്കിയിട്ടെടുക്കുക. ഇതിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ കുറക്കൊക്കെ ചെയ്യുക. ഇങ്ങനെ നമ്മൾ വെക്കുന്ന ടൈമിൽ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ലെങ്ത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറക്കൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ നല്ല ലെവൽക്ക് തന്നെ വെച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലുള്ളൂ റൗണ്ടിൽ നെക്ക് കിടക്കുകയുള്ളൂ. അതേപോലെ ഈ ഡിസൈനും നല്ല നീറ്റിൽ കിടന്നാലുള്ളൂ നല്ല ഭംഗി ഉണ്ടാവുക. ഇത് പാൻറ്റിൻ്റെ പീസാകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ്. ഇനി നമുക്കിവിടെ നെക്ക് ഒന്ന് മെഷർമെൻറ്റ് ചെയ്യുക. നെക്കിൻ്റെ വിഡ്ത്ത് അപ്പോൾ ഒരു 5.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. 6 ഇഞ്ചിൽ വേണമെങ്കിൽ ഒന്നും കൂടെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 6 ഇഞ്ചിൽ കിട്ടും. അല്പം മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് പോവുക. നെക്ക് ഒരിക്കലും വലിച്ചു പിടിച്ചിട്ട് ഡിസൈൻ ചെയ്യരുത്. ഇനി നെക്കിൻ്റെ ഈ വിഡ്ത്ത് ഒഴിവാക്കിയിട്ട് ലെങ്ത്ത് കൂടിപ്പോയാൽ ഇതേപോലെ സൈഡ് ഭാഗത്ത് പീസുകൾ ഒഴിവാക്കിയിട്ട് അടിഭാഗത്ത് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്തും കുറഞ്ഞ് കിട്ടും. ആ ഡിസൈൻ അവിടെ സെറ്റായി കിടക്കണോണ്ട് തന്നെ നെക്കിന് ലെങ്ത്ത് കുറഞ്ഞ് കിട്ടും. ഇനി നെക്കിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ 3 ഇഞ്ച് മതി എനിക്ക് വേണ്ടത്. അപ്പോൾ അടിയിലേക്ക് ഒരു 1.5 ഇഞ്ചോളൊക്കെ എക്സ്ട്രാ ലെങ്ത്ത് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു 3-4 ഇഞ്ച് വലിപ്പമുള്ള പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഓപ്പണിംഗ് അല്ലാത്ത ഈ ഭാഗം പുറം വശത്തേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ് കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ആ പീസിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചെറിയ പൈപ്പിംഗ് ഒക്കെ കൊടുത്താൽ ഒരിക്കലും വൃത്തികേടായി കിടക്കില്ല. നല്ല വൃത്തിക്ക് നല്ല നീറ്റിൽ നെക്ക് റെഡിയായി കിട്ടും. നെക്ക് വൈഡായി പോയാൽ ഇതേപോലെ നേരത്തെ എടുത്ത പോലെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഉൾവശത്ത് വെച്ച് കൊടുത്തിട്ട് ഈ രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും പീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പാൻറ്റുമായിട്ടും മാച്ചായിട്ടുള്ള ഒരു പീസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചുരിദാറിൻ്റെ ഡിസൈനിങ്ങിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു പീസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും വൃത്തികേടായിട്ട് കിടക്കില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പീസ് ഇതേപോലെ ഒന്ന് വൈഡ് ചെയ്ത് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്താൽ ഒരു വിധത്തിലുള്ള വൈഡ് ഒഴിവായി കിട്ടും. നേരത്തെ എടുത്തതിനെക്കാട്ടിലും ഒന്നും കൂടെ നല്ല ഡിസൈനായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ കാണിച്ചു തരുന്നത് നെക്ക് മറിച്ചടിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നെക്ക് പതിച്ചടിക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു വേറെ പീസോ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ച ഈ പീസ് മുകളിലായിട്ട് വേണം വെക്കാൻ. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ കാണിച്ചു തരുന്നത്. എന്നിട്ട് ഈ ഒരു 1/4 ഇഞ്ചിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് നിന്നും സ്റ്റിച്ചുമ്മ തട്ടാതെ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ചുമ്മ തട്ടാതെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റുക. റൗണ്ടിലോ സ്ക്വയർ ഷേപ്പിലോ നമ്മൾ ഏത് നെക്കാണ് ഏത് ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യണത് ആ രീതിക്ക് കട്ട് ചെയ്ത് വരിക. ഒരിക്കലും സ്റ്റിച്ചുമ്മ തട്ടരുത്. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ നെക്കിൻ്റെ ഭാഗം ആകെ വൃത്തികേടായി കിടക്കും. ഇനി വീണ്ടും സ്റ്റിച്ചുമ്മ തട്ടാതെ ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മറിച്ചിടുന്ന ടൈമിൽ നല്ല നീറ്റായിട്ട് ഫ്രണ്ട് വശത്തേക്ക് മറിച്ചിടുന്ന ടൈമിൽ നല്ല നീറ്റിൽ കിടക്കാനാണ്. ഈ ഫ്രണ്ട് വശത്ത് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ചിൽ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇത് ഏത് ഡിസൈൻ നെക്ക് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി. റൗണ്ട് ഷേപ്പിന് മാത്രമുള്ള വ്യത്യാസം ഉണ്ടാകുക. ഈ വീഡിയോ നെക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നേരത്തെ കാണിച്ച വീഡിയോയിൽ അതേപോലെ ലെങ്ത്ത് കൂടിപ്പോയാലും വിഡ്ത്ത് കൂടിപ്പോയാലും ചെയ്യേണ്ട 2 ട്രിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലെ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യുക. എന്നാൽ ശരി, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.